Sajan Achan is from our sister church, Emmanuel Marthoma Church, Melbourne, and he is no stranger to most of us. He will be delivering the Christmas message today. Sajan Achan belongs to Kottara Idabaga in Kerala, and he's not joined today, but his beautiful family consists of Lubi Kochama, Josh and Joanne. Welcome Sajan Achan to the stage. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട അജി അച്ഛൻ, പ്രിയപ്പെട്ട ഫ്രെഡി അച്ഛൻ, പ്രിയപ്പെട്ട പേരൻസ്, കുഞ്ഞുങ്ങൾ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും ക്രിസ്മസിൻ്റെതായ ആശംസകൾ പ്രാരംഭമായി തന്നെ നേരുന്നു. Dear kids, can you hear me? Can you hear me? Yes. Okay. I'm sitting here, I'm eagerly watching your programs. Every program is very nice. So I expect that you should listen me. Okay? Okay? Thank you. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയപ്പെട്ട ഫ്രെഡി അച്ഛൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചു. ഇന്നത്തെ ഞായർ പ്രസംഗ വിഷയം എ മീറ്റിംഗ് ബിറ്റ്വീൻ എലിസബത്ത് ആൻഡ് മേരി. അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാചകം, യു ആർ ബ്ലെസ്ഡ്, യു ആർ ബ്ലെസ്ഡ്. ഈ ക്രിസ്മസ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്, യു ആർ ബ്ലെസ്ഡ്. എന്താണ് ക്രിസ്മസിന്റെ സന്ദേശത്തിൽ പറയേണ്ടത്? എനിക്കറിയാം, നമുക്കൊരു എന്റർടൈൻമെന്റ് മൂഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനിടയിൽ ഒരു ദീർഘമായ പ്രസംഗം നടത്തിയാൽ അതൊരു അധിക പ്രസംഗമാകുമെന്ന് ഐ നോ. വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കൂ. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സ്റ്റാർസ് ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, അല്ലേ? വി ഹാവ് എ ഗുഡ് ഡ്രസ്സസ്. എന്നാൽ ഒരാഘോഷത്തിൻ്റെയും ഭാഗമാകാത്ത ചിലതൊക്കെ ക്രിസ്മസിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരാഘോഷത്തിൻ്റെയും ഭാഗമാകാൻ സാധാരണ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ ക്രിസ്മസിൻ്റെ അനുഭവത്തിലുണ്ട്. അതിൽ ചിലത് മാത്രം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്ന്, ആദ്യ ക്രിസ്മസ് രാത്രിയോടുള്ള ബന്ധത്തിൽ ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു മോട്ടൽ അല്ലെങ്കിൽ ഒരു ഇൻ, സത്രം, സാധാരണ ആഘോഷങ്ങളുടെ ഒന്നും ഭാഗമായിട്ട് വരാറില്ല സത്രം. എന്നാൽ ആദ്യ ക്രിസ്മസ് രാത്രിയിൽ ചരിത്രത്തെ തന്നെ മാറ്റിമറിപ്പാൻ തക്കവണ്ണം ഇടയായതാണ് സത്രം എന്നുള്ളത്. ഒരു കഥ ഇപ്രകാരമുണ്ട്. കഥയുടെ പേര് ദ സെക്കൻഡ് കമ്മിങ്. G.S. ഖൽജോ എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ് ആ സെക്കൻഡ് കമ്മിങ് എന്നുള്ള കഥ. ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. ഈ രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ ക്രിസ്മസിലെ രണ്ടാം വരവ്, ഇതാണ് ആ കഥയുടെ ഇതിവൃത്തം. മുൻകൂട്ടി അനൗൺസ് ചെയ്യപ്പെട്ടു, ജീസസ് വിൽ കം, ദ ബേബി ജീസസ് വിൽ കം അഗെയിൻ. എല്ലാ സത്ര ഉടമകൾക്കും ഒരു വലിയ സങ്കടമുണ്ട്. ഞങ്ങൾ സ്പേസ് കൊടുക്കാഞ്ഞിട്ടാണ്, ഞങ്ങൾ മുറി കൊടുക്കാഞ്ഞിട്ടാണ് യേശുവിന് പുൽക്കൂട്ടിൽ അല്ലെങ്കിൽ പുൽക്കൂട്ടിൽ കിടത്തേണ്ടി വന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങളൊരു സ്പേസ് കൊടുക്കും. എല്ലാവരും പ്രിപ്പയറായി, വലിയ ആഘോഷത്തിന്റെ മൂടായി. ഈ ആഘോഷങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വരവുണ്ടായി. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. ഈ ആഘോഷം പെരുത്തപ്പോഴേക്കും ആ മോട്ടലുകളെല്ലാം നിറഞ്ഞു, ലോഡ്ജുകളെല്ലാം നിറഞ്ഞു, സത്രങ്ങളെല്ലാം നിറഞ്ഞു. എല്ലാ സത്രങ്ങളുടെയും മുന്നിൽ ഒരു ബോർഡ് തൂങ്ങി, ഹൗസ്ഫുൾ, ബുക്ക്ഡ് ഔട്ട്, സോൾഡ് ഔട്ട് എന്ന്. പലപ്പോഴും ക്രിസ്മസിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.
എന്താണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശത്തിൽ നിന്നും മാറി? നമുക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. നല്ലൊരു ക്രിസ്ത്യാനിയായി ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ആഘോഷത്തിൻ്റെ മൂഡിൽ നമ്മൾ പലപ്പോഴും ഹൗസ്ഫുൾ എന്ന് ബോർഡ് വെച്ച ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന്, യേശുവിനെ സ്വീകരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നവർ ക്രിസ്തുവിന് വീണ്ടും ഇടം കൊടുക്കാൻ പറ്റാതെ പോയതുപോലെ സംടൈംസ് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. രണ്ടാമത് ഇവിടെ പറയുന്നതാണ് മെയിഞ്ചർ. പുൽക്കൂടൊന്നും ഒരാഘോഷത്തിൻ്റെയും ഭാഗമല്ല അല്ലേ? നമുക്ക് ഈ പുൽക്കൂടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ ഒക്കെ ചിന്തിച്ചാൽ വീടിൻ്റെ പിറകുവശത്താണ് സാധാരണ പുൽക്കൂട്. ആരും പെട്ടെന്ന് വന്ന് കാണാൻ ഇടയാകാത്ത സ്ഥലമാണ്. ആരെങ്കിലും വീട്ടിൽ വന്ന് ചോദിക്കും ഇവിടെ പശു ഉണ്ടോ, ആടുണ്ടോ, കോഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൊണ്ട് കാണിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലാതെ ഇതൊരു പ്രദർശനമല്ല. എന്നാൽ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ മധ്യത്തിൽ ദ മെയിഞ്ചർ ഈസ് എ വെരി ഇൻട്രസ്റ്റഡ് വൺ. വളരെ പ്രാധാന്യമുള്ള ഒന്നായി പുൽക്കൂടിൽ മാറുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കും. ഇടമില്ലാത്ത സത്രത്തെക്കാൾ പ്രാധാന്യം ഇടമുള്ള കാലിത്തൊഴുത്തിന് ഉണ്ടാകുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ചില പ്രയോറിറ്റീസിനപ്പുറമായി, നമ്മുടെ ചില താല്പര്യങ്ങൾക്കപ്പുറമായി ചിലതിനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. നമ്മൾ തള്ളിക്കളയുന്ന ചിലതിനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ക്രിസ്മസ്. നമ്മൾ മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ ഇത് അത്ര കൊള്ളില്ല എന്ന് പറയുന്നതിനൊക്കെ പ്രാധാന്യമുണ്ടാകുന്നതാണ് ക്രിസ്മസ്. കർത്താവ് നമ്മെ പഠിപ്പിച്ചതാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. മൂന്നാമതൊരു കൂട്ടരെ കൂടെ പറയുന്നു. അവരിത് വളരെ പ്രധാനപ്പെട്ടവരാണ്. ഇടയന്മാർ, ഷെപ്പേർഡ്സ്. ഒരാഘോഷത്തിൻ്റെയും ഭാഗമാകത്തില്ല ഇടയന്മാർ. കാരണം ഇടയന്മാരുടെ ജോലി ആടുകളെ മേയിക്കുക എന്നുള്ളതാണ്. ഇടയന്മാരെ കുറിച്ച് ഞാൻ മനോഹരമായൊരു വാചകം വായിച്ചത് പ്രകാരമാണ്: ഇടയന്മാർക്ക് ഉറങ്ങാത്ത കണ്ണുകളും അടയാത്ത കാതുകളും ഉള്ളവരാണ്. ഉറങ്ങാത്ത കണ്ണുകളും അടയാത്ത കാതുകളും ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ always they are very vigilant. തങ്ങളുടെ ആടുകളെ പിടിച്ചു കൊല്ലുവാൻ വേണ്ടി കടന്നു വരുന്ന മൃഗങ്ങളെ കാത്തിരിക്കുന്നവരാണ് ഇടയന്മാർ. അതുകൊണ്ട് അവരെപ്പോഴും ഉറങ്ങാത്ത കണ്ണുകളുള്ളവരും അടയാത്ത കാതുകളുള്ള ഒരു ചെറിയ ശബ്ദം, ചെറിയ അനക്കം പോലും അവരെ വളരെ വിജിലന്റ് ആക്കും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ദൂതന്മാരുടെ ശബ്ദവും അവർ കേട്ടത്. ഇടയന്മാർ ഉണ്ണിയേശുവിനെ കണ്ടതിന് ശേഷം they have a big transformation in their life. എന്താണ് ആ ട്രാൻസ്ഫോർമേഷൻ? The shepherds are transforming us, the apostles. പിന്നെ അവർ ക്രിസ്തു ജനിച്ചിരിക്കുന്നു, കർത്താവ് ജനിച്ചിരിക്കുന്നു, മശിഹ ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനത്തെ പകരുന്നവരായി മാറുകയാണ്. നമ്മൾ ഇന്ന് ഈ ആഘോഷമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ക്രിസ്മസ് ആഘോഷിച്ചെന്ന് പറയാനല്ല. We are the shepherds. നമ്മൾ ഇടയന്മാരാണ്. We should transform as the apostles. ഇടയന്മാരായ നമ്മൾ അപ്പോസ്തലന്മാരായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരനുഭവമായി ക്രിസ്മസ് മാറണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മെൽബൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഒരുപാട് അപ്പോസ്തലന്മാർ ഈ സംവത്സരവും രൂപപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അവിടെയാണ് നമ്മുടെ ക്രിസ്മസ് അർത്ഥപൂർണമായി തീരുന്നത്. പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. പ്രാധാന്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കണ്ടതാ ക്രിസ്മസ്. നമ്മളും ചിലപ്പോൾ ചിന്തിക്കും ഞാനും അത്ര പ്രാധാന്യമുള്ളവരല്ല. എന്നാൽ യു ആർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞ യു ആർ ബ്ലെസ്സഡ്. ക്രിസ്മസ് നമ്മോട് പറയുന്നു യു ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ആർ ബ്ലെസ്സഡ്. ഈ വർഷവും ക്രിസ്മസ് ആഘോഷിപ്പാൻ തക്കോണം നമുക്കിടയായി. ഓർപ്പിക്കട്ടെ, we are called out for being an apostle in the world. ക്രിസ്മസ് നമ്മളെ എന്ത് ഓർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സംശയലേശമന്യെ പറയണം, I am the apostle in this world.
കർത്താവിന് വേണ്ടി അയക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവളാണെന്ന് പറയാൻ തക്കവണ്ണം നമുക്കിടയായി. 2025 ക്രിസ്മസ് ആഘോഷങ്ങൾ അനുഗ്രഹീതമായി തീരട്ടെ. ഒരുപാട് അപ്പോസ്തലന്മാർ രൂപപ്പെടുന്ന അനുഭവമായി ഈ വർഷത്തെ ക്രിസ്മസ് മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ ഹൃദ്യമായ പ്രോഗ്രാംസ് അവതരിപ്പിച്ച, ഇനി അവതരിപ്പിക്കാനിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു കിഡ്സ്. I know you all are very listen. Thank you. പ്രിയപ്പെട്ട അജിയേഷൻ എന്നെ ക്ഷണിച്ചു. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഇടവകയുമായി ബന്ധപ്പെട്ടുണ്ട്. സ്റ്റെഫുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല ഇടപെടലുകൾ നടത്തുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം ഈ സംവത്സരം നമ്മളെ ഏറെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധമായ ആശംസകളും വീണ്ടും നേരുന്നു. ദൈവം നമ്മളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.